നമസ്കാരം. ഞാൻ കുഞ്ഞുമോൻ കൊച്ചിക്കാല എന്ന തൂലികാനാമത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എഴുതുകയും 2-3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്നു. പോലീസിലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പല മേഖലയിൽ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. തൊഴിൽപരമായും ജീവിതപരമായും മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സഹവാസങ്ങൾ, ബന്ധങ്ങൾ, അങ്ങനെ പല മേഖലയിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഈ 54-ാമത്തെ വയസ്സ് വരെ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹമായിട്ട് എൻ്റെ ചില നിരീക്ഷണങ്ങളും അനുഭവങ്ങളും ബോധ്യങ്ങളുമൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റ് ചെറിയ റീൽസുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു സമയപരിമിതിയുണ്ട്. ആയതിനാലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇച്ചിരി സമയദൈർഘ്യം കിട്ടും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയാനുള്ളൊരു വേദി ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് ആനന്ദം എന്നാണ്. നമ്മുടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ പൊതുസമൂഹത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ആനന്ദം എന്നത്. സന്തോഷിക്കുക എന്നതായിരിക്കുമല്ലോ എല്ലാ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം. പക്ഷേ അതിലേക്ക് എത്തുമ്പോഴൊന്നും അത് സാധിക്കാതെ വരികയും അത് നമ്മൾ വല്ലപ്പോഴും മാത്രം ചില ആഘോഷങ്ങളിൽ മാത്രമുള്ള സന്തോഷങ്ങളായിട്ട് ചുരുങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും എന്തുകൊണ്ടാണ് എന്നതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിലെ പല പാഠങ്ങളിൽ നിന്നും മറ്റു പലരുമായിട്ടുള്ള സഹവാസത്തിനുള്ള അനുഭവത്തിൽ നിന്നും പൊതുസമൂഹത്തിലുള്ള ജീവിതത്തിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എനിക്കൊരു ചെറിയ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നൊരു താല്പര്യം വന്നു. അതുകൊണ്ട് ഞാൻ ആനന്ദ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കുകയോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കാണുകയോ കേൾക്കുകയോ അഭിപ്രായങ്ങൾ അറിയിക്കുകയോ ചെയ്യാം. ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആനന്ദമെന്ന് കണ്ടെത്തിയതിൻ്റെ പൂർണ്ണതയിലാണ് എൻ്റെ ജീവിതം തന്നെ ഞാനിപ്പോൾ നയിക്കുന്നത്. എൻ്റെ മരണശേഷം ഞാൻ എൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിന് വിൽപ്പത്രം എഴുതി വച്ചിരിക്കുന്നു. എൻ്റെ മരണശേഷം എൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനോ അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനോ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളോ നോട്ടീസുകളോ വിതരണം ചെയ്യാനോ റീത്ത് സമർപ്പിക്കാനോ ഒന്നും പാടില്ലെന്നൊക്കെ ഞാൻ വിൽപ്പത്രമൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാം. അപ്പോൾ അത്രയ്ക്കും ചില ചിട്ടയായ തന്നെ ചില ജീവിതങ്ങളെ നമ്മുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിന് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ച് മരിക്കണം എന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടും അതിൽ മറ്റൊരു മനുഷ്യന് ദ്രോഹം ഉണ്ടാകാനോ ജാതിയോ മതമോ നിറമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കി തന്നെ ഒരു മനുഷ്യൻ എന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആരെയും അകറ്റി നിർത്താനോ ചോദ്യം ചെയ്യാനോ കീഴ്പ്പെടുത്താനോ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയമായാലും മതമായാലും ജാതിയായാലും കലയായാലും സിനിമയായാലും മറ്റ് സാഹിത്യമായാലും പൊതുസമൂഹമായാലും ലൈംഗികതയായാലും ലഹരിയായാലും കുടുംബമായാലും ദാമ്പത്യമായാലും അങ്ങനെ പൊതുസമൂഹത്തിൽ മനുഷ്യൻ കടന്നു പോകുന്ന വിവിധ മേഖലയിലെ എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കാനുള്ള എൻ്റെ ഒരു ഉദ്യമം ഞാൻ ആരംഭിക്കുകയാണ്. അതിന് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് യോജിക്കാനും അതിൽ കാര്യമുണ്ട് എന്ന് തോന്നിയാലുള്ള ഒരു ഉണ്ടെങ്കിൽ മാത്രമേ അത് സപ്പോർട്ടെന്ന് പറയുന്നത് ഉണ്ടാവൂ എന്ന് ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കാര്യമുള്ള കാര്യങ്ങൾ പറയാനുള്ള എൻ്റെ ഈ ഒരു ത്വര മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ച ഈ അവസരത്തിൽ എല്ലാവരെയും എൻ്റെ ഈ എനിക്ക് ഇതുപോലൊരു വേദി നമുക്കിന്ന് മനുഷ്യന് ഏതൊരാൾക്കും എവിടെയും എന്ത് കാര്യവും പറയാനായിട്ട് വേദികളായിരുന്നു ഇല്ലായിരുന്നത്. പക്ഷേ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് നമ്മുടെ കഴിവുകളെ പുറത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് 100 ആയിരക്കണക്കിന് ആയിരം ആൾക്കാർ അതുകൊണ്ട്
ഇന്ന് സുപരിചിതരായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവരുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. അത്തരം എന്തൊക്കെയുണ്ടോ എന്നെക്കൊണ്ടാവുന്നതൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ള എൻ്റെ ഈ ഒരു 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 ഉദ്യമം എല്ലാവരുടെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ഭാഗത്തിനായി എത്ര പേർ കാത്തിരിക്കുന്നു അവർക്കായി അടുത്ത ഭാഗവുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. സന്തോഷം.